സച്ചി രേവതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതി അറിയുന്നുണ്ട് പാർലറിന്റെ പേര് മാറ്റിയത് സുധി തന്നെ വന്ന് പറയുവാണ്. സുധി പാർലറിലോട്ട് പോകുന്ന സമയത്ത് അമ്മയുടെ പേര് മാറ്റിയ കാര്യം അറിയുന്നുണ്ട്. എന്നാ ശ്രുതി അതൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നുണ്ട്. ഗ്രീൻ ബ്രാൻഡുമായിട്ട് മെർജ് ചെയ്തതാണെന്നും ഫ്രാഞ്ചൈസിന് കൊടുത്തതാണെന്നുമാണ് ശ്രുതിയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. അതോടുകൂടി ശ്രുതി അതിൽ വീഴുന്നുണ്ട്. വരുമാനം കുത്തനെ ഉയരുമെന്നും ശ്രുതി കള്ളം പറയുന്നു. അതോടുകൂടി ആ സന്തോഷ വാർത്ത പറയാനായിട്ട് ശ്രുതി വീട്ടിലോട്ട് വരുന്നുണ്ട്. എന്നാ രക്ഷപ്പെട്ടു എന്ന് കരുതി ശ്രുതി സന്തോഷിച്ചിരിക്കുമ്പോൾ മീര പറയുന്നുണ്ട്, എടി പൊട്ടി, പ്രശ്നങ്ങളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിന്റെ അമ്മായിയമ്മയോട് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടാ നിന്റെ ഭർത്താവ് പോയിരിക്കുന്നത്. നീ ആദ്യം അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. അങ്ങനെ ശ്രുതി വേഗം ശ്രുതിയുടെ പുറകെ ചെല്ലുന്നുണ്ട്. എന്നാ ശ്രുതി ആദ്യം അവിടെ എത്തുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, അവിടെ ചന്ദ്രമതി മാത്രമായിരിക്കില്ല, സച്ചിയും രേവതിയും രവീന്ദ്രനും ഒക്കെ ഉണ്ടായിരിക്കും. അമ്മേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താടാ, എന്താ കാര്യം? അമ്മേ, ശ്രുതി ഉണ്ടല്ലോ, ശ്രുതി നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല. അവൾ മിടുക്കിയാ. ഇപ്പം അവൾക്ക് ഒരുപാട് ലാഭം കിട്ടുന്നുണ്ട്. അമ്മയുടെ പേര് മാറ്റി. ഇപ്പം ബ്യൂട്ടി പാർലറിന് അമ്മയുടെ പേരല്ല, അത് ഫ്രാഞ്ചൈസിന് കൊടുത്തിരിക്കുക. ഇത് കേട്ടാണെങ്കിൽ ചന്ദ്രമതി ആകെ ഞെട്ടുന്നുണ്ട്. എന്താടാ, പേര് മാറ്റിയെന്നോ? ആ അമ്മേ. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രുതി ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, ആൻറ്റിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ ഇത്രയും ദിവസം പറയാതിരുന്നത്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ശ്രുതിയെ ദേഷ്യത്തിൽ അങ്ങ് നോക്കുന്നുണ്ട്. എന്നാ രേവതിയും സച്ചിയും രവീന്ദ്രനൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ദേഷ്യം കടിച്ചമർത്തുന്നുണ്ട്. താനിങ്ങോട്ട് കൊണ്ടുവന്ന മരുമകളാണ് ശ്രുതിക്ക് വേണ്ടി കണ്ടെത്തിയ മരുമകള്. അതുകൊണ്ട് ഇങ്ങനൊരു തെറ്റ് കാണിച്ച എല്ലാവരെയും മുൻപിൽ വെച്ച് ശാസിച്ചാലോ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചാലോ ചന്ദ്രമതിക്ക് തന്നെയല്ലേ അതിൻ്റെ നാണക്കേട് എന്നുള്ളതുകൊണ്ട് എല്ലാം അടക്കി പിടിച്ചുകൊണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി. നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടുന്ന കാര്യമല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാ സച്ചി രവീന്ദ്രൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കുന്നുണ്ട്. അമ്മയ്ക്കിത് എന്തു പറ്റി? ഇങ്ങനെയൊക്കെ നടന്നാൽ അമ്മ ഇങ്ങനെയല്ലല്ലോ പ്രതികരിക്കാറ് എന്നാ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ പൂക്കടയ്ക്ക് മാത്രമേ ഇപ്പം അമ്മയുടെ പേരുള്ളൂ. ദേ രേവതി, നീ ഇതുപോലെ ഫ്രാഞ്ചൈസിന് കൊടുത്തോ. അപ്പം പിന്നെ നിനക്ക് നല്ല ലാഭം കിട്ടുമല്ലോ. അപ്പം നിന്റെ പേരും മാറ്റേണ്ടി വരും. അമ്മയുടെ പേര് പൂക്കടയുടെ. ഞാൻ എന്തായാലും അമ്മയുടെ പേരൊന്നും മാറ്റാൻ പോകുന്നില്ല. ഞാനിനി എന്തൊക്കെ സംഭവിച്ചാലും അമ്മയുടെ പേര് എൻ്റെ പൂക്കടയ്ക്ക് മാറ്റില്ല. ഇത് കേട്ട് നാണം കേട്ട് തല കുനിച്ച് ചന്ദ്രമതി ഇരിക്കുന്നുണ്ട്. എന്നാൽ ശരി, ശ്രുതിയും ശ്രുതിയും പോയിട്ടേ ഡ്രസ്സെല്ലാം മാറി ഒന്ന് ഫ്രഷായിട്ട് വാ എന്നും പറഞ്ഞ് ശ്രുതിയെയും ശ്രുതിയെയും പറഞ്ഞു വിടുന്നുണ്ട്. ചന്ദ്രമതി ദേഷ്യത്തിൽ റൂമിലോട്ട് പോകുന്നുണ്ട്. എന്നാ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ, ഇതെന്തു പറ്റി? നമുക്ക് കാര്യമൊക്കെ അറിയാം, പക്ഷേ എന്നാലും അമ്മ ഇങ്ങനെയല്ലല്ലോ പ്രതികരിക്കാറ്. അപ്പം സംഭവം അമ്മ മുന്നേ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് നേരാവണ്ണം അറിയാത്തോണ്ടാ ഇനിയാ നിന്റെ അമ്മയുടെ തനി സ്വഭാവം കാണാൻ പോകുന്നേ എന്ന് രവീന്ദ്രൻ സച്ചിയോട് പറയുന്നു. പിന്നീട് ചന്ദ്രമതി ദേഷ്യത്തിൽ റൂമിലിരിക്കുന്നുണ്ട്. ശ്രുതിയെ വിളിപ്പിക്കുന്നുണ്ട്. ശ്രുതി ഉള്ളിലോട്ട് വരുമ്പോൾ ചന്ദ്രമതി ഡോറ് കുറ്റിയിടാനായിട്ട് പറയുന്നു. ശ്രുതി ഡോറ് കുറ്റിയിടുന്നുണ്ട്. ദേഷ്യത്തിൽ ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. എടി, നീ എന്താടി ചെയ്തത്? എൻ്റെ പേര് മാറ്റി അല്ലേ നിന്റെ പാർലറിന്? ഒരിലയെടുത്ത് കളയുന്ന പോലെയല്ലേ എൻ്റെ പേര് നീ എടുത്ത് കളഞ്ഞത്. ഇനി എന്തൊക്കെ ലാഭം കിട്ടിയാലും എൻ്റെ പേര് മാറ്റാൻ പാടുണ്ടോ? ആൻറ്റി, അത് പിന്നെ നിർത്തടി. നിന്നെ ഞാനേ സ്വന്തം മോളെ പോലെയാ കണ്ടത്. ആ പൂ കെട്ടുന്നവളും സച്ചിയും പറഞ്ഞത് നീ കേട്ടില്ലേ? നീ കാരണല്ലേ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അവളുടെ പൂക്കടയ്ക്ക് ഒരു കാരണവശാലും എൻ്റെ പേര് മാറ്റില്ലാന്ന് പോലും. ഇതൊക്കെ കേൾപ്പിക്കേണ്ടി വന്നത് നീ അങ്ങനെ ചെയ്തോണ്ടല്ലേ? ആൻറ്റി, ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് അങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. എന്ത് ഓഫർ വന്നാലും നീ ഇത് ചെയ്യാൻ പാടുണ്ടായിരുന്നോ? ഞാനല്ലേ നിനക്ക് ആ പാർലർ തുടങ്ങാൻ പൈസ തന്നത്. എന്തൊക്കെ അപമാനങ്ങൾ ഞാൻ സഹിച്ചെന്ന് നിനക്കറിയോ? എൻ്റെ വീടിൻ്റെ ആധാരം വെച്ചിട്ടാ ഞാൻ നിനക്ക് പൈസ തന്നത്. അങ്ങനൊരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ നീ എൻ്റെ പേര് മാറ്റുമായിരുന്നോ? ആൻറ്റി ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിയാ, ആൻറ്റി തന്നെയാ എനിക്ക് പാർലർ വെക്കാനായിട്ട് പൈസ തന്നത് എന്ന് കരുതി അത് ഞാൻ തിരികെ തന്നില്ലേ? എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് എല്ലാം ഞാൻ തിരികെ തന്നതാ. ഓഹോ, നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ? ഇപ്പോഴല്ലേ എനിക്കതൊക്കെ മനസ്സിലാവുന്നത്. നിന്റെ സ്വഭാവം ഇപ്പോഴാ എനിക്ക് നന്നായിട്ട് മനസ്സിലായത്. ആൻറ്റി, അതല്ല ആൻറ്റി, മര്യാദയ്ക്ക് നിർത്തിക്കോ, അല്ലെങ്കിൽ എൻ്റെ കൈ നിന്റെ കവളത്ത് വീഴും.
എല്ലായിടത്തെയും പോലെ നിന്നെ ഞാനൊരു മരുമകളായിട്ടാണോ കണ്ടിരിക്കുന്നത്? നിനക്ക് ഇത്രയും നല്ല ഭർത്താവിനെ വേറെ കിട്ടോ? എൻ്റെ സുധി, നിന്നെ എത്ര നന്നായിട്ടാണ് നോക്കുന്നേ, നിന്നെ എത്ര നന്നായിട്ടാണ് സ്നേഹിക്കുന്നേ. എന്നിട്ട് നീ എനിക്ക് തന്നതോ? വേറെ അമ്മായിമ്മമാരായിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് നിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ഇങ്ങോട്ട് കടന്നു നോക്കിയിട്ടില്ല. അതുപോട്ടെ, ഒന്ന് ഫോണിലൂടെ പോലും എന്നെ വിളിച്ചൊന്ന് സംസാരിച്ചിട്ട് പോലുമില്ല. എന്നിട്ടും ഞാൻ നിന്നോട് ചോദിച്ചോ, നിന്റെ അച്ഛൻ എന്താ വരാത്തേ, നിന്റെ അച്ഛനെ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം, എന്തെങ്കിലും ഞാൻ പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നാൾ ഇങ്ങോട്ട് വരാത്തോണ്ട് ഒന്ന് വിളിക്കാനും ഒന്ന് സംസാരിക്കാനും എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രം. അല്ലാതെ ഞാൻ നിന്നെ നിർബന്ധിച്ചിട്ടില്ല. മറ്റമ്മായിമ്മമാരാണെങ്കിൽ നിന്നെ എന്നെ ഇവിടുന്ന് പടിക്ക് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. ആൻറ്റി, എന്നോട് ക്ഷമിക്ക്. ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി പാർലർ തുടങ്ങുമ്പോൾ ആൻറ്റിയുടെ പേര് തന്നെ ഇടും. ആൻറ്റി, എന്നോട് ക്ഷമിക്ക്. ഇത് നിനക്ക് ലാസ്റ്റ് വാണിങ്ങാ. ഇനി എന്നോട് ചോദിക്കാതെ നീ എന്തെങ്കിലും ചെയ്താൽ അപ്പോഴേ ഉള്ളൂ. നീയേ എവിടുത്തെ മരുമകളാ? ചന്ദ്രമതിയുടെ മരുമകൾ. ആ നിലയ്ക്ക് വേണം നീ മുന്നോട്ട് പോകാനായിട്ട്. ഇനി നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്നോട് ചോദിക്കാതെ നീ ചെയ്താൽ അപ്പോഴേ ഉള്ളൂ എന്നും പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞു വിടുന്നുണ്ട്. ശ്രുതി പുറത്തിറങ്ങിയതിന് ശേഷം ആലോചിക്കുന്നുണ്ട്, ഈ ചെറിയ കാര്യം മറച്ചു വെച്ചതിന് എന്തൊക്കെ രീതിയിലാ എന്നോട് സംസാരിച്ച്. അപ്പോൾ ഞാൻ മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ ആൻറ്റി അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ ഓർത്ത് വലിയ സങ്കടത്തിലാ ശ്രുതി നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി സച്ചിക്ക് കാറ് വാങ്ങി കൊടുക്കുന്നതാ. രേവതി നല്ലൊരു കാറ് സച്ചിക്കായിട്ട് സമ്മാനിക്കുന്നുണ്ട്. സച്ചിയോട് പോലും പറയാതെ സർപ്രൈസ് ആയിട്ട് അത് അമ്പലത്തിൽ വെച്ചാണ് സച്ചിക്ക് കൊടുക്കുന്നത്. മഹേഷും രേവതിയുടെ അമ്മയും അനിയത്തിയും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരിക്കും. ഒരുപാട് സന്തോഷത്തിൽ സച്ചി രേവതി അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ വണ്ടിയിൽ രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് വരുന്നു. സച്ചിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും. അടുത്തുള്ള പൂക്കടയിൽ നിർത്തി രേവതിക്ക് തല നിറയെ പൂവൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. എന്നെക്കൊണ്ടിപ്പോൾ ഇങ്ങനെയൊക്കെ സാധിക്കൂ. നീ എന്നും കെട്ടുന്ന പൂവ് തന്നെയാ, എന്നാലും ഇത് സ്പെഷ്യലാ. ഞാൻ നിനക്ക് തലയിൽ വെച്ച് തരുന്നത്. ഒരുപാട് സന്തോഷത്തോടു കൂടി രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് വരുന്നു. അച്ഛനും അമ്മയ്ക്കും ഏട്ടനും അനിയനൊക്കെ സർപ്രൈസ് ആയിട്ട് തന്നെ കാണിച്ചു കൊടുക്കാൻ സച്ചി തീരുമാനിക്കുക. എല്ലാവരെയും താഴേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എല്ലാവർക്കും മുൻപിലും കാറ് കാണിച്ചു കൊടുക്കുന്നു. രേവതി വാങ്ങിച്ചു തന്ന വണ്ടിയാണെന്നും പറഞ്ഞ് അഭിമാനത്തോടു കൂടി സച്ചി കാണിച്ചു കൊടുക്കുക. വീട്ടിലേക്ക് വരുന്നതിന് മുൻപേ കാർ ഷെഡിലോട്ട് പോകുന്നുണ്ട്. അവിടെ കാറിന് ഫ്രണ്ടിൽ പേരെഴുതുന്നുണ്ട്. സോറി, ഫ്രണ്ടിലല്ല കേട്ടോ, ബാക്കിലാണ് എഴുതുന്നത്. രേവതിയുടെയും സച്ചിയുടെയും പേരായിരിക്കും എഴുതുന്നുണ്ടായിരിക്കുക. അതൊക്കെ എഴുതിയിട്ടാണ് അച്ഛനും അമ്മയ്ക്കും കൊണ്ട് കാണിച്ചു കൊടുക്കുന്നത്. ചന്ദ്രമതി ഒന്ന് ഞെട്ടുന്നുണ്ട്. ഈ പൂ കെട്ടുന്നവള് സച്ചിക്ക് കാറ് വാങ്ങിക്കൊടുത്തു, എന്നാ കോടീശ്വരി മരുമകള് എൻ്റെ മകന് ഒരു സാധനം ഇന്നേ വരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്നായിരിക്കും ചന്ദ്രമതിയുടെ മനസ്സിൽ. ചന്ദ്രമതി അത് ശ്രുതിയോടും പറയുന്നുണ്ട്. നിന്നെക്കൊണ്ട് ഇന്നേ വരെ 10 പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടില്ല. കണ്ടോ, രേവതി കണ്ടില്ലേ, സ്വന്തമായിട്ട് കാറ് വാങ്ങിക്കൊടുത്തു സച്ചിക്ക്, അതും പൂ കെട്ടിക്കൊണ്ട്. അതോടുകൂടി ശ്രുതിയുടെ സമാധാനം പോകുന്നുണ്ട്.